അടുത്തതായിട്ട് നായാട്ടുവിളിയാണ്. അതായത് മൂന്നാമത്തെ ഭാഗം. അതായത് വീടിന്റെ ദോഷങ്ങൾ മാറാനാണ് നായാട്ടുവിളി വിളിക്കുക. അതൂര് പുത്തൂര് വണ്ടൂര് നിലമ്പൂര് കൊണ്ടയൂര് ചാത്തനൂര് പോത്തനൂര്. അപ്പോ നമ്മള് നാടും മൂടും കാടും മലയൊക്കെ കയറാണ്. അതൂര് പുത്തൂര് വണ്ടൂര് നിലമ്പൂര് കൊണ്ടയൂര് ചാത്തനൂര് പോത്തനൂര്. ആ മല ഈ മല പൂമല നീലിമലയും കയറി. കാട് കയറല്ലേ നായിര്. വേട്ടയ്ക്ക് പോവല്ലേ നായിര്. കപ്പൻ ചൂണ്ടെന്നാല് നായ്ക്കളെയും കൂട്ടി. തക്കാണ്ടി മുളവാണ്ടി മുളയാണ്ടി ഇല്ലാണ്ടി 4 നായടികളെയും കൂട്ടി. കുന്തെടുത്ത് ചാക്കെടുത്ത് ചാത്ത കാട് കയറാ. ചാത്ത മോര കുന്തട ചാർക്കൊന്ന് എടുത്തോട കണങ്ങൾ കെട്ടിക്കോട കുന്തട ചൂട്ടട കുന്തട ചൂട്ടട പാണ്ടനെ കൂട്ടിക്കോ പോരനെ കൂട്ടിക്കോ നടന്നട കാടട അടിക്കണം പിടിക്കണം ഒരിക്കണം ഓടണം പാമ്പണം പുലിയണം കുത്തിക്കണം പുലിയണം ചാടിക്കോ വാനരൻ മരത്തും നോക്കണം ചാടണം പങ്കണം പിടിക്കണം മലത്തുന്ന് കൂത്തണം ചൂട്ടണം കത്തിച്ചണം നമ്മണം തമ്പുരൻ ചോദിച്ച പിടിക്കണം തമ്പുരാന്റെ മുറ്റത്തെ തിരുമുറ്റം കാഴ്ച വിളക്കണം പിടിക്കണം ഭഗവാനെ സ്തുതിക്കണം തമ്പുരാനെ വണങ്ങണം കുത്തണം അകറ്റിക്കണം മറ്റോ വന്നാടോ പോരാ ചാത്ത ചാത്ത പോരാ പിടിക്കണം തമ്പുരാനെ മുമ്പാനെ വെച്ചണം തമ്പുരാനും വീട്ടിനും കുടുംബത്തിനും ഒരുപാടുന്നു തമ്പുരാനെ. ഇതാണ് നായാട്ട്. അതിലെല്ലാം അടങ്ങി. അപ്പോൾ സമ്മാനം വെച്ചു തമ്പുരാന് കൊടുത്തു. ഇതാണ് പണ്ടത്തെ കാരണന്മാരുടെ നായാട്ട് വിളി. അതിങ്ങനെയല്ല. ഞങ്ങൾ 4-5 ആൾക്കാർ കൂടി വട്ടം വളഞ്ഞ് വടിയൊക്കെ കുത്തി വേട്ടയ്ക്ക് പോവും പോലെ തന്നെ നായ്ക്കളെ കൂട്ടണം, ചാക്കെടുക്കണം, കുന്തെടുക്കണം. അന്ന് ചൂട്ടാണ്. അന്ന് ആയുധങ്ങളൊന്നുമില്ല കയ്യിൽ, വെറും ഈ കുന്തമൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അന്ന് വേട്ടയ്ക്ക് പോവാണ്. അപ്പോൾ പാമ്പിനെ കാണും, പുലിനെ കാണും, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ അത് സമയപരിധി നോക്കിയിട്ടാണ്. ചിലപ്പോൾ പെട്ടെന്ന് അവസാനിപ്പിക്കും, ചിലപ്പോൾ മെല്ലെ കുട്ടികളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇത്തിരി കോമാളി ഉണ്ടാവും അതിൽ ചാടാനും പിടിക്കാനും, കുരങ്ങനെ പോലെ, അതേപോലെ നായക്കളെ പോലെ ഉണ്ടാവും. ഒക്കെ മനുഷ്യൻ തന്നെയാണ്. ഒരു 4-5 ആൾക്കാരുണ്ടാവൂതേ. അങ്ങനെ ഞങ്ങൾ മുറ്റത്ത് ഒരു തമാശ പോലുള്ള അതാണിത്. ഇതിപ്പോൾ ഇങ്ങനെ പാടുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതെന്തത്ര കുറച്ച്, ഇത് നമ്മൾ സമയപരിധി അങ്ങനെ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഇപ്പോൾ അറിയിപ്പിക്കണുള്ളൂ. ഇത് വേഷം കെട്ടിയിട്ട് കളിക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ടാവും.